അതെ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാം, ഞങ്ങൾ പാലുകാച്ചലിൻ്റെ തലേദിവസം എന്താ ചെയ്തതെന്നുള്ളതാണ്. അപ്പോൾ ആദ്യമേ പോയിട്ട് ഇഷ്ടിക വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു ദിവസത്തെ ഗ്യാപ്പിലാണ് നമ്മൾ ഡേറ്റ് എല്ലാം സെറ്റ് ചെയ്തത്. അന്നേരം നമുക്ക് ശാന്തിയിട്ടത്ത് നിന്ന് നമ്മുടെ പൂജ ഐറ്റംസൊക്കെ വാങ്ങിക്കണമല്ലോ. അപ്പോൾ അത് ശംഖു വാങ്ങിക്കാൻ പോയി. അതിന് ശേഷം 60 ഇഷ്ടിക വേണമായിരുന്നു. അതെല്ലാം വാങ്ങിച്ച് വീട്ടിൽ വന്നപ്പോൾ തന്നെ നല്ല സമയമായി. അതിനിടക്ക് നാളത്തേക്കുള്ള കറിക്കുള്ളതാണ് ഞാൻ റെഡിയാക്കിയത്. ഞാൻ പറഞ്ഞിരുന്നില്ലേ, അപ്പവും ചിക്കനായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ കൂടെ പോയിരുന്ന സവോളയും സാധനമൊക്കെ സെറ്റ് ചെയ്ത്, അപ്പോൾ നമ്മുടെ കോഴി തന്നെയാണ്. അമ്മ അതെല്ലാം മുറിച്ചൊക്കെ തന്നു. ഞാനിത് ഇങ്ങനെയൊക്കെ സെറ്റാക്കി, അതായത് സവളം കാര്യങ്ങളെല്ലാം റെഡിയാക്കി. എന്നുവെച്ചാൽ പണി ഇങ്ങനെ നീണ്ട് കിടക്കുക. ഇതൊന്നും അല്ല പണി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മുടെ ചൊട്ടയൊക്കെ ഇല്ലേ, അതെല്ലാം എടുക്കണം. പിന്നെ അതുപോലത്തെ ഈ ചെറിയ ചെറിയ പണികൾ എന്ന് പറയുന്ന പോലെ എന്താ പറയുക, ഇപ്പോൾ ഈ വിളക്ക് തേക്കൽ 3-4 വിളക്കുണ്ട്. അപ്പോൾ വിളക്ക് തേക്കാൻ വേണ്ടിയിട്ട് കോട്ടമായിട്ടിരിക്കുന്ന ഈ കാണുന്നത്. അപ്പം സമയം ഇത്ര മണിയായി. അതിനിടക്ക് പിന്നെ ഞാൻ ഓടിപ്പോയി നോക്കി എത്ര മണി, ഇയാളെന്തെങ്കിലും ഉറക്കം തൂക്കുന്നതെന്ന് പറയാൻ പോയി നോക്കുമ്പോൾ അത്രയും സമയം. അമ്മയാണെന്നുണ്ടെങ്കിൽ കുറേ നടന്ന് കുറേ പണിയെല്ലാം ചെയ്ത് പിന്നെ പൂവൊരുക്കലിലോട്ട് വന്നിട്ടാണെങ്കിലും പുള്ളിക്കാർ തകർന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയ്യാണ്ടായേ. ഇടിയപ്പം ഉണ്ടാക്കുന്നൊക്കെ വീമ്പളക്കിയ ആളാണ് ഈ കിടക്കുന്നത്. അപ്പം വരുത്തിച്ചില്ലെങ്കിൽ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കി കൊടുക്കും വരുന്നവർക്കെന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് പറഞ്ഞ് വളരെ കളിയാക്കലായിരുന്നേ. ഇത്രയും ചെയ്തപ്പോൾ തന്നെ എന്താ പറയുക, ഇത്രയും ചെയ്തപ്പോൾ തന്നെ മനുഷ്യൻ്റെ നടുവിൻ്റെ എല്ലാ സെറ്റപ്പും ഇളകി നാശമായി. അത് കഴിഞ്ഞ് ഞങ്ങൾ കിടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കിടക്കുമ്പോൾ ഒരു 3:30 മണിയായെന്ന് തോന്നുന്നത്. ചിന്നു ശങ്കൊന്നും കിടന്നില്ല. ഇവരിപ്പോൾ വന്നിരിക്കണമെന്ന് അറിയോ, ആ വർക്ക് നടന്ന സ്ഥലത്തു നിന്നാണ് വന്നിരിക്കണേ. അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ ഒന്നും കൂടി മെയിൻ്റനൻസ് നോക്കിയിട്ട് വരാം, അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ വരുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാം ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല, നമ്മുടെ വണ്ടിക്കാണ് കൊണ്ടുപോകുന്നെങ്കിൽ എല്ലാം കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ട്രിപ്പ് അടിച്ച് 2 പ്രാവശ്യമായിട്ട്. ഇത് കുറേ സാധനങ്ങളുള്ളതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതെല്ലാം നമ്മൾ ശേഖരിച്ചുകൊണ്ടോ തുളസിയൊക്കെ ഞങ്ങൾ രാത്രിയിലാണ് പോയി പറിച്ചിട്ട് വന്നതെന്ന് വെച്ചാൽ പകൽ പോകാൻ അത്ര പോലും സമയം കിട്ടിയില്ല എന്നുള്ളതാണ് കാര്യമേ. അപ്പം കുറേ കുഞ്ഞായിട്ടുള്ള തേങ്ങ, മറ്റേ പൊതികരിക്ക്, പിന്നെ അതുപോലെ കൊപ്ര പിന്നെ ടൈപ്പ് തേങ്ങയില്ലേ, ഉണക്ക തേങ്ങയോ, ഇതൊക്കെ നമ്മൾ ആ സമയത്ത് ഒപ്പിച്ചെടുത്തത്. അപ്പം കാറിലോട്ട് വയ്ക്കാൻ തന്നെ കുറേ ഉണ്ട്. നെല്ല് പിന്നെ ഓൾറെഡി നമ്മുടെ വീട്ടിൽ ഇപ്പോൾ കൃഷി കൊഴുത്ത് കഴിഞ്ഞുകൊണ്ടുണ്ടല്ല നെല്ലുണ്ടായിരുന്നു, അത് വലിയ പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഞങ്ങൾ പോയി. അതിനിടക്ക് മറ്റേ നമ്മുടെ ആലിയില പറിക്കണമായിരുന്നു. പിന്നെ മാവില വീടിൻ്റെ ഫ്രണ്ടിലുണ്ട്, പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ ഒരാൾ പൊതിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ തേങ്ങ പൊതിക്കുന്നു, ഒരാൾ കാറെടുക്കുന്നു, ഒരാൾ മാവില പറിക്കുന്നു. അങ്ങനെ ഭയങ്കര രസമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. എന്നാലും ഉണ്ടല്ലോ, ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ 2ാമത്തെ ട്രിപ്പ് കാറിൽ കയറി. ഞങ്ങൾ എല്ലാവരും കൂടെ കയറിപ്പോയി അവിടെ ചെന്ന് സാധനം ഇറക്കിയത്. ആദ്യം ഞാനും ശംഖുവും കണ്ണനും മാത്രമേ പോയുള്ളൂ. അതിന് ശേഷമുള്ള ഇതിൽ അമ്മയൊക്കെ വന്നിട്ട് എല്ലാവർക്കും ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് വന്നപ്പോൾ വീട് രാത്രിയിൽ ഭയങ്കര രസമുള്ള പരിപാടിയാട്ടോ.